ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഒറ്റ വെച്ചിങ്ങ പോലും ഇനി വെറുതെ കളയരുതേ. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കിടിലൻ സൂത്രം ചെയ്യാൻ പറ്റും ഈ വെച്ചിങ്ങ കൊണ്ട്. മാത്രമല്ല മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി സമൃദ്ധിയായിട്ട് വളരാനും സഹായിക്കുന്ന നല്ല കിടിലൻ ഒരു ടിപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ചധികം ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും വിനിയാസ് വേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളതാണല്ലോ. ഇനി ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഈ കല്ലുപ്പും ഈ മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടായി വരും. ആ കളറൊന്നും മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇത് ഒരു കോട്ടൻ്റെ ഒരു തുണിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമുക്കിതൊരു കിഴി പോലെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ കിഴി എന്തിനാണെന്ന് മനസ്സിലായോ? കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചൂടാക്കിയിട്ട് തുണിയിൽ കെട്ടി ഇങ്ങനെ നമ്മൾ ഒരു ചൂട് കിഴി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് ശരീരവേദനയ്ക്കും പേശികളുടെ മുറുക്കത്തിനുമൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് കേട്ടോ. അതായത് പേശി വേദന, ശരീരവേദനയൊക്കെ നമുക്ക് ചൂട് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുട്ട്, തോള്, പുറം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണിത്. ഈ ചൂട് നൽകുന്നതിലൂടെ ആ ഭാഗത്തെ രക്ത ഓട്ടം വർദ്ധിക്കാനായിട്ട് ഇടയാകും. ഈ മസാജ് ഇങ്ങനെ ചെയ്യുമ്പം തന്നെ പേശികളൊക്കെ നല്ലതുപോലെ ഒന്ന് റിലാക്സ് ആകുന്നതായിരിക്കും. കിഴി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് കുറഞ്ഞു പോയാൽ നമ്മുടെ ദോശക്കല്ലെടുത്തൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുത്താൽ നമുക്ക് പിന്നെയും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമേ. മഞ്ഞളിലാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടെങ്കിലും കിഴിയായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി വളരെ ശക്തമാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഈ മഞ്ഞളും കല്ലുപ്പും കൂടെ ചേർത്ത് നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് കിഴി പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയ്ക്കൊക്കെ കുറവ് വന്നോ, നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടായോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം കിഴി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ ചൂടോടുകൂടി എടുത്ത് വെക്കരുത്. ആ ഒരു ചൂട് നോക്കി ക്രമീകരിച്ചിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ വെക്കാനായിട്ട് കേട്ടോ. പൊള്ളു ഒന്നും ചെയ്തേക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തെങ്ങിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന വെച്ചിങ്ങ. നിങ്ങൾ തെങ്ങിൻ ചോട്ടിലൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ നിങ്ങൾ ഇതുകൊണ്ട് ചെയ്യാറുള്ളത്? ഒന്നും ചെയ്യാറില്ല, അതങ്ങ് വേസ്റ്റായിട്ട് പോവാറല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ വെച്ചിങ്ങ വെച്ചിട്ട് നമുക്കൊരു സൂത്രം ചെയ്യാം കേട്ടോ. ആദ്യം വെച്ചിങ്ങയുടെ ഈ മുകളിലത്തെ തൊപ്പി പോലുള്ള ഭാഗം അടർത്തി മാറ്റാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുരുമുളകാണ്. ഒരു 2-3 കുരുമുളക് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലൊന്ന് ഞെക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഉള്ളിലോട്ട് പോയി അവിടെ ആഴത്തിലിരുന്നോളും. അതിനുശേഷം നമ്മളിതുപോലെ ഒരു കല്ലെടുക്കുക. ഞാനിപ്പോൾ ഇടികല്ലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അല്പം വെള്ളമോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ, ഒന്ന് നമുക്കൊരു ചന്ദനം പോലൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്കത് ഉരച്ചെടുത്തത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല തലവേദനയുള്ളപ്പം, ഇത് ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് പണ്ട് കാലത്തുള്ളവരൊക്കെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ചന്ദനം പോലെ നമ്മൾ നെറ്റിയുടെ സൈഡിൽ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് തലവേദനയ്ക്ക് നല്ല മാറ്റം വരും. തലവേദന കുറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുരുന്ന് ഇല ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2-3 കല്ലുപ്പ് വെച്ച് കൊടുക്കാം. കല്ലുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് 2 കുരുമുളകും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ മടക്കി എടുക്കാം കേട്ടോ. ഇത് പല്ല് വേദനയ്ക്ക് നല്ല അടിപൊളി ഒരു സംഭവമാണ്. ഇങ്ങനെ മടക്കി ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചവയ്ക്കുക. പല്ലുവേദന ഉള്ള ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതൊന്ന് ചവച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് കടിച്ച് പിടിക്കുകയാണെങ്കിൽ പല്ലുവേദന പമ്പ കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പല്ലുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണല്ലേ. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയും എങ്ങനെയായിരുന്നു കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഇടികല്ലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് പേരയിലയുടെ ഏറ്റവും കുരുന്ന് ഇലകളുണ്ടല്ലോ അത് കുറച്ച് ഇതുപോലൊന്ന് പിച്ചി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറുപയർ പൊടിയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 സ്പൂണോളം ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കാവേ. ചതച്ച് നന്നായിട്ട് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെടുക്കുക, ഒരു പേസ്റ്റ് പോലുള്ള പരുവത്തിലെടുക്കുക കേട്ടോ.
എന്നിട്ട് ഇത് നമ്മുടെ മുഖക്കുരു ഉള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖക്കുരു മാറുന്നതായിരിക്കും. അതുപോലെ പഴയ മുഖക്കുരു വന്ന കറുത്ത പാടുകളൊക്കെ ഉള്ള ഫേസൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നിങ്ങളിതൊന്ന് സ്ഥിരമായിട്ടൊന്ന് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കറുത്ത പാടുകളൊക്കെ മാറുന്നതായിരിക്കും. നല്ല മുഖം നല്ല ക്ലീൻ ആകുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ഇത് മുഖക്കുരുവിനാണ് കേട്ടോ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ മുഖം നിറച്ച് മുഖക്കുരു ഉള്ളവർ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ പേരയിലയുടെ ആ ഒരു കുരുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് എടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം അത് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രഷർ, ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അതിനും ഒരു പരിഹാരമാകും. അതുപോലെ തന്നെ വായുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, അതായത് വായിലുണ്ടാകുന്ന മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും വായ നല്ല ശുദ്ധിയാകാനും ഒക്കെ ആയിട്ടിട്ട് ഈ ഒരു വെള്ളം കുടിക്കുന്നത്, സ്ഥിരമായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ച് നോക്കിയിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നുകൂടി നിങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾ കാത്തിരുന്ന ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പം ഞാൻ കുറച്ച് മുട്ടത്തോട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പൗഡർ രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം, മുട്ട നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മുട്ടത്തോട് നമ്മൾ സത്യം പറഞ്ഞാൽ വേസ്റ്റിലോട്ട് വലിച്ചെറിയാറാണ് പതിവ്. ഇനി ചിലരൊക്കെ ആണെങ്കിൽ വല്ല റോസച്ചെടിയുടെ ചോട്ടിലൊക്കെ ഇട്ടെന്ന് വരും അല്ലേ. എന്നാലും ഭൂരിഭാഗം ആൾക്കാർ ഇത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കളയാറാണ് പതിവ് അല്ലേ. അപ്പോൾ ഇനി മുട്ട പൊട്ടിക്കുമ്പോൾ എടുത്ത് ഇതുപോലെ കഴുകി ഉണക്കി വെച്ചോണം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ പൗഡർ രൂപത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൗഡർ ഇട്ട വെള്ളം കുടിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് കാൽസ്യവും ധാതുക്കളും അയണും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യും. ഇപ്പം നമ്മളതൊന്നും അല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുപോലെ ഒരു ബൗളിലോട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷാമ്പു ഒരു പാക്കറ്റ് ഇതുപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പൗഡർ, എക്സൽ പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളവേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അല്പം വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, താരന്, മുടി വിണ്ട് കീറുന്നത്. അങ്ങനെ മുടിയുടെ പലതരം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന നിലയിൽ മാർക്കറ്റുകളിൽ ഇന്ന് കെമിക്കലുകൾ അടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. പക്ഷേ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പാർശ്വഫലങ്ങൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയത്തില്ല. അപ്പോൾ അങ്ങനൊന്നും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മിശ്രിതം നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ എക്സെല്ലിന് ധാതുക്കളും കാൽസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ തലയോട്ടിയൊക്കെ നല്ലതുപോലെ ക്ലീൻ ആകുന്നതായിരിക്കും. ഈ എക്സെല്ലിന് ഒരു തരിതരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു നല്ല തിക്നെസ്സും ലഭിക്കും. അതുപോലെ തന്നെ തലയോട്ടിയൊക്കെ ക്ലീൻ ആയിട്ട് മുടി നല്ല സമൃദ്ധിയായിട്ട് വളരുകയും ചെയ്യും. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് തലയോട്ടി ശുദ്ധിയാകും. ഇനി ഇത് മറ്റൊരു തരത്തിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കാണിച്ചതുപോലെ എക്സൽ പൗഡറിലേക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ എവിടെയാണോ നിങ്ങൾക്ക് ടാൻ കൂടുതലുള്ളത്, എവിടെയാണോ നിങ്ങൾക്ക് ഡെഡ് സ്കിന്നൊക്കെ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഇതൊന്ന് അല്പം അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് ടാനൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയി തീരാനായിട്ട് ഇടയായി തീരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സലിൽ ഒരു തരിതരിപ്പുണ്ട്. അതും നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല തിളക്കത്തോടു കൂടി മുടി ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.